എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ അപ്പോൾ നമ്മുടെ GY MAT 101 ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് തേർഡ് മൊഡ്യൂളായിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ 2 പാർട്ടുകൾ ഓൾറെഡി നമ്മൾ ചെയ്തു. അതിൻ്റെ 3ാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. 2ാമത്തെ ക്ലാസ്സിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പഠിച്ചു. 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിലബസിലെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടുന്ന് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം നോക്കണേ. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്നത് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്നത് എഫ് ഓഫ് എസ് ആണെങ്കിൽ, എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷൻ ഇൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഇൻ എസ് ആയിട്ടുള്ള എഫ് ഓഫ് എസ് ആണെങ്കിൽ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. ഇതിനെയാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറയുന്നത്. നോക്കണേ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെങ്കിൽ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. നോക്കാം, ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 2t ഇൻറ്റു സൈൻ ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 2t ഇൻറ്റു സൈൻ ടി. ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കത്തണം, ഓക്കെ, ഇത് ഫസ്റ്റ് ഷിഫ്റ്റിങ്ങിനെ പോലെ ഉണ്ടല്ലോ കാണാൻ, അതങ്ങനെ തോന്നണം. അവർ യൂസിങ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് എന്നൊന്നും പറയണമെന്നൊന്നുമില്ല. ഇങ്ങനൊരു ചോദ്യം മാത്രമേ കാണത്തുള്ളൂ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 2t ഇൻറ്റു സൈൻ ടി. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കത്തണം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫോർമറ്റ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി, എഫ് ഓഫ് ടിയുടെ പ്ലേസിൽ നിൽക്കുന്ന ആരാ? എഫ് ഓഫ് ടി എന്ന് പറയുന്ന ആരാണ്? സൈൻ ടി ആണ്. ഓക്കെ, എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അപ്പം എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ ടി ആണ്. സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s² + 1 അല്ലേ? 1/s² + 1. സൈൻ 80യുടേത് a/s² + a². ഇവിടെ a വാല്യൂ 1 ആണ്, അപ്പോൾ 1/s² + 1 വരും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മുടെ ആൻസർ എഫ് ഓഫ് എസ് മൈനസ് എ. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 2t ഇൻറ്റു സൈൻ ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് 2 ആണ്. ശരിയല്ലേ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. അപ്പോൾ ഇ റൈസ് ടു 2t ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എസ് മൈനസ് 2 വരും. ശരിയല്ലേ? എഫ് ഓഫ് എസ് മൈനസ് 2 വരും. എഫ് ഓഫ് എസ് നമ്മുടെ കയ്യിലുണ്ട്. എഫ് ഓഫ് എസ് ആരാ? 1/s² + 1. അപ്പോൾ എഫ് ഓഫ് എസ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എസ് മാറിക്കൊണ്ട് എസ് മൈനസ് 2 ആവും. എസ് മൈനസ് 2ന്റെ സ്ക്വയർ + 1 എന്ന് വരും ആൻസർ. പിടി കിട്ടിയോ? നോക്കടാ, എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1/s² + 1 ആയിരുന്നു. ശരിയല്ലേ? അപ്പം എഫ് ഓഫ് എസ് മൈനസ് 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എഫ് ഓഫ് എസ് മൈനസ് 2. അപ്പോൾ ഇവിടെ ഈ എസ് മാറിക്കൊണ്ട് എസ് മൈനസ് 2 വന്നു. അപ്പോൾ ഇവിടെയും കൂടെ നമുക്ക് മാറ്റണം. 1/s-2ന്റെ സ്ക്വയർ + 1 എന്ന് വരും അല്ലേ? 1/s-2ന്റെ സ്ക്വയർ + 1. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്. ഈ തിയറത്തിനെ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ്. എന്താണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ്? സംഭവം ക്ലിയർ ആണല്ലോ? ഇവിടുന്ന് നമുക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അഥവാ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ എന്നൊരു പേരും കൂടി ഉണ്ട് അതിന്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്. പ്രോപ്പർട്ടി പഠിച്ചു. പ്രോപ്പർട്ടി എന്തായിരുന്നു? പെട്ടെന്ന് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടി എന്തായിരുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. വേർ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഈ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ്.
ഓക്കെ, അപ്പൊ ഇവിടെ e⁻at മാറിയിട്ട് e⁻−at ആണ് വരുന്നതെങ്കിലോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−at ഇൻറ്റു എഫ് ഓഫ് ടി ആണെങ്കിൽ അതിന്റെ ആൻസർ എന്ത് വന്നേനെ എഫ് ഓഫ് എസ് പ്ലസ് എ എന്ന് വന്നേനെ ആൻസർ അല്ലെ. ഇവിടെ 80 വരുമ്പോൾ ഇവിടെ -a വരും, ഇവിടെ -80 വരുമ്പോൾ ഇവിടെ +a വരും. ശരിയാണല്ലോ. ഈ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് എന്ന് വിളിക്കുക. നോക്കാം, ഒന്നാമത്തെ ചോദ്യം മുൻപ് യൂണിവേഴ്സിറ്റിക്ക് വന്നൊരു ചോദ്യമാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു e⁻²t. അപ്പൊ ഇതെങ്ങനെ വായിക്കണം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻²t ആദ്യം എഴുതാം, e⁻at ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, ഇതെങ്ങനെ വായിക്കണം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു എഫ് ഓഫ് ടി. ഈ ഫോർമാറ്റ് അല്ലെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു എഫ് ഓഫ് ടി. അപ്പൊ അവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ്, ശരിയല്ലേ? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ആണ്. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s². 1/s². ഓക്കെ, അപ്പൊ എഫ് ഓഫ് എസ് കിട്ടി. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. എയുടെ വാല്യൂ ഇവിടെ 2 ആണ്. എഫ് ഓഫ് എസ് മൈനസ് 2 ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് നമ്മുടെ കയ്യിലുണ്ട് 1/s². അപ്പൊ എഫ് ഓഫ് എസ് മൈനസ് 2 എന്തായിരിക്കും? 1/s−2ന്റെ സ്ക്വയർ അല്ലെ, 1/s−2ന്റെ സ്ക്വയർ, ശരിയല്ലേ? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1/s² ആണെങ്കിൽ എഫ് ഓഫ് എസ് മൈനസ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/s−2ന്റെ സ്ക്വയർ ആയിരിക്കും. ശരിയാണല്ലോ, സംഭവം കിട്ടിയല്ലോ. യെസ്, അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരവായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁵ ഇൻറ്റു e⁻−t. ഇതെങ്ങനെ മാറ്റണം നമ്മൾ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−t ആദ്യം എഴുതാം, ഇൻറ്റു t⁵. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−at ഇൻറ്റു എഫ് ഓഫ് ടി. ഇതാണ് ഈ ഫോർമാറ്റ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−at ഇൻറ്റു എഫ് ഓഫ് ടി. ശരിയാണേ. അപ്പൊ അതിന്റെ ആൻസർ എഫ് ഓഫ് എസ് പ്ലസ് എ ആണ്. സോ ഇവിടെ എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്താ? എഫ് ഓഫ് ടിയുടെ വാല്യൂ t⁵ ആണ്. ഇപ്പൊ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്മോൾ എഫ് ഓഫ് ടി ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടിയുടെ വാല്യൂ t⁵. സോ t⁵ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁻n+1 ആണ് അല്ലെ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? n ഫാക്ടോറിയൽ ബൈ s⁻n+1. അപ്പൊ t⁵ ലാപ്ലേസ് ട്രാൻസ്ഫോം 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁵5+1 അല്ലെ. 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁵5+1. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 120 ഡിവൈഡഡ് ബൈ s⁻6. ഓക്കെ, 5 ഫാക്ടോറിയൽ അറിയാലോ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 5 × 4 × 3 × 2 × 1. i 4 20, 20 ഗുണം 2 എന്ന് പറയുന്നത് 40, 40 ഗുണം 3 120. ഓക്കെ, 120 കിട്ടും. സോ 120 ഡിവൈഡഡ് ബൈ s⁻6. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ് അല്ലെ. ദിസ് ഈസ് അവർ എഫ് ഓഫ് എസ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−t ഇൻറ്റു t⁵. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−at ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എസ് പ്ലസ് എ. അപ്പം s+1 അല്ലെ, എഫ് ഓഫ് s+1. ഇവിടെ എ വാല്യൂ e⁻−at, എ വാല്യൂ ഇവിടെ 1. ടിയുടെ കോയിഫിഷ്യന്റ് 1 അല്ലേ, മൈനസ് കഴിഞ്ഞാൽ പിന്നെ ടിയുടെ കൂടെ 1 ഉള്ളൂ. അപ്പൊ എഫ് ഓഫ് എസ് പ്ലസ് എ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് s+1. എഫ് ഓഫ് എസ് നമ്മുടെ കയ്യിലുണ്ട് 120/s⁻6 ആണ്. അപ്പൊ എഫ് ഓഫ് s+1 എന്ന് പറയുമ്പോൾ 120 ഡിവൈഡഡ് ബൈ എസ് മാറി s+1, s+1/6. 120 ഡിവൈഡഡ് ബൈ s+1/6 ആണ് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁵ ഇൻറ്റു e⁻−t ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−2t ഇൻറ്റു sin 3t. നോക്ക്, ഇപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−at ഇൻറ്റു എഫ് ഓഫ് ടി ഫോർമറ്റ് ആണ്. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? sin 3t ആണ്. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി.
is equal to Laplace transform of sin 3t. Sin 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തോ a by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 3 ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എത്രയാണ്? 9. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു മൈനസ് 2t ഇൻറ്റു സൈൻ 3t എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിങ്ങിൻ്റെ ഫോർമുല നിങ്ങൾ ഒന്ന് എഴുതിയിടണം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു മൈനസ് 8t ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് പ്ലസ് എ. ഇതാണ് ഫസ്റ്റ് ഷിഫ്റ്റിങ്ങിൻ്റെ ഫോർമുല എഴുതിയിടണേ മക്കളെ. ഫോർമുലയ്ക്ക് മാർഗമുള്ളതാണ്. ഇന്നേ കേസ് നിങ്ങൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഒരു എറർ വന്നാലും ഫോർമുലയുടെ എങ്കിലും മാർക്ക് കോട്ടം തട്ടാതെ ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു മൈനസ് 2t ഇൻറ്റു സൈൻ 3t എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് പ്ലസ് 2 ആണ്. എഫ് ഓഫ് എസ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് പ്ലസ് 2. ഇപ്പോൾ എഫ് ഓഫ് എസ് നമ്മുടെ കയ്യിലുണ്ട് 3 ബൈ എസ് സ്ക്വയർ പ്ലസ് 9. ഇപ്പോൾ എഫ് ഓഫ് എസ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ എസ് മാറിക്കൊണ്ട് എസ് പ്ലസ് 2. എസ് പ്ലസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 9 ആണ് നമുക്ക് ആൻസർ കിട്ടും. ശരിയല്ലേ? 3 ബൈ എസ് പ്ലസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 9. ക്ലിയർ ആണല്ലോ? ഇത് ഇത്ര എഴുതിയിട്ടാൽ മതി കേട്ടോ. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെന്ന് നിർബന്ധമില്ല. ഇവിടം വരെ എഴുതിയാൽ ഫുൾ മാർക്ക് കൺഫേംഡ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു മൈനസ് ടി ഇൻറ്റു കോസ് h 4t. അപ്പോൾ ഇതേ ഫോർമുല തന്നെയാണ്. ഫോർമുല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് h 4t ആണ്. കോസ് h a t പോലെ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് h 4tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 4 സ്ക്വയർ 16. അപ്പോൾ എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 16 ആണ് എന്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം? കോസ് h 4tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ശരിയാണല്ലോ? ഇനി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അനുസരിച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു മൈനസ് ടി ഇൻറ്റു കോസ് h 4t എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു മൈനസ് 8t ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് പ്ലസ് എ ആണ്. അപ്പോൾ എഫ് ഓഫ് എസ് പ്ലസ് എ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എസ് പ്ലസ് 1. എഫ് ഓഫ് എസ് നമ്മുടെ കയ്യിലുണ്ട് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 16. അപ്പോൾ എഫ് ഓഫ് എസ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എസ് മാറ്റി എസ് പ്ലസ് 1 ആക്കണം. എസ് പ്ലസ് 1 ബൈ എസ് പ്ലസ് 1ൻ്റെ സ്ക്വയർ മൈനസ് 16. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ഈ എസ് കാണുന്ന സ്ഥാനത്തോട്ട് എസ് പ്ലസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എസ് പ്ലസ് 1 ബൈ എസ് പ്ലസ് 1ൻ്റെ സ്ക്വയർ മൈനസ് 16. ഓക്കെ അല്ലേ? നാലാമത്തെ ചോദ്യം കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ചോദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു 3t ഇൻറ്റു സൈൻ സ്ക്വയർ 4t എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നോക്കണേ, ഏത് ഫോർമാറ്റ് ആണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു 8t ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ ആണ് നമ്മുടെ ആൻസർ വരും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? സൈൻ സ്ക്വയർ 4t ആണ്. നേരിട്ട് ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാൻ പറ്റില്ല. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ, ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കോസ് 2t എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. 1 മൈനസ് 2 സൈൻ സ്ക്വയർ ടി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇത് ഓൾറെഡി പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സൈൻ സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു എന്താണ് വരിക? 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2t. ശരിയല്ലേ? 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2t ആണ് സൈൻ സ്ക്വയർ ടി. നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. പക്ഷെ നമുക്ക് വേണ്ട സാധനം സൈൻ സ്ക്വയർ 4t ആണ്. നിങ്ങൾ ഹാഫ് ആംഗിൾ ഫോർമുല, ട്വൈസ് ആംഗിൾ ഫോർമുല എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആംഗിളിന്റെ 4 ടൈംസ്, ഇവിടെ ടി ആണ്, നമുക്ക് 4t ആണ് വേണ്ടത്. നിങ്ങൾ ആംഗിൾസിനെ എല്ലാം ടി എവിടെല്ലാം കാണുന്നുണ്ടോ അതിനെ എന്ത് ചെയ്യണം? 4t കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് വരിക? സൈൻ സ്ക്വയർ, ഇവിടെ ടി കണ്ടു, 4t കൊണ്ട് റീപ്ലേസ് ചെയ്തു. 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2 ഇൻറ്റു ടി കണ്ടു, 4t കൊണ്ട് റീപ്ലേസ് ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 8t വരും. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയർ 4t എന്ന് പറഞ്ഞാൽ എന്താണോ? സൈൻ സ്ക്വയർ 4t എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 8t ആണ് അല്ലേ? 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 8t ആണ്. ഇതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത്. അതായത് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്.
സോ ദിസ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ 4t ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ 4t എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 8t ആണ്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് 1/2 പുറത്ത് നിർത്തി ബാക്കി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 8t. ഓക്കെ ആണേ മക്കളെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ 1/2 ഇൻറ്റു 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s മൈനസ് കോസ് 8യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം s/s² പ്ലസ് a സ്ക്വയർ. അപ്പോൾ s ഡിവൈഡഡ് ബൈ s² പ്ലസ് a സ്ക്വയർ, 8ന്റെ സ്ക്വയർ 64. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻3t ഇൻറ്റു സൈൻ സ്ക്വയർ 4t ആണ്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് s-a, അതായത് s-3. സോ എഫ് ഓഫ് s-3 ആണ് നമുക്ക് വേണ്ടത്. എഫ് ഓഫ് എസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ കാണുന്ന സാധനമാണ് നമ്മുടെ എഫ് ഓഫ് എസ്. എഫ് ഓഫ് s-3 എന്ന് പറഞ്ഞാൽ ഈ എസ് കാണുന്ന സ്ഥലത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? s-3 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എന്തുവരുമെന്ന് പറഞ്ഞേ, 1/2 ഇൻറ്റു 1/s-3 മൈനസ് s-3 ബൈ s-3യുടെ സ്ക്വയർ പ്ലസ് 64. ഓക്കെ ആണോ നോക്കണേ? സംഭവം സെറ്റ് അല്ലയോ? 1/2 ഇൻറ്റു 1/s-3 മൈനസ് s-3 ബൈ s-3യുടെ സ്ക്വയർ പ്ലസ് 64. കൂടുതൽ ഡെക്കറേഷൻ വേണ്ട. പലരും ഉണ്ട് ഇതൊക്കെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് എവിടെയെങ്കിലും ഒരു പ്ലസോ മൈനസോ തെറ്റിക്കും. ഓൾറെഡി ഉള്ളതും കൂടെ കയ്യിൽ നിന്ന് പോയി കിട്ടും. ഇവിടം വരെ എഴുതി കഴിഞ്ഞാൽ ഓക്കെ ആണ്, ഫുൾ മാർക്കാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്ന സ്റ്റെപ്പ് വരെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം മാർക്കുള്ളത്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇനി സിംപ്ലിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വയ്ക്കാം, അതിനൊന്നും പ്രശ്നമില്ല. ഓക്കെ, പക്ഷെ ചെയ്യുന്ന സാധനം എന്തായിരിക്കണം? തെറ്റിക്കരുത്, 100% ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇവിടം വരെ എഴുതി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്, ഫുൾ മാർക്കാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ht ഇൻറ്റു കോസ് 2t. ഓക്കെ, കോസ് ht എന്ന് പറയുന്ന ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം കോസ് ht എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ht ഈസ് ഈക്വൽ ടു e⁻t പ്ലസ് e⁻t/2. ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. സൈൻ ht ആണെങ്കിൽ e⁻t മൈനസ് e⁻t/2. ശരിയല്ലോ? വേണ്ട, കോസ് htയുടെ പ്ലേസിലോട്ട് വേണ്ട വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻t പ്ലസ് e⁻t/2 ഇൻറ്റു എന്താണ്? കോസ് 2t. ക്ലിയർ ആണല്ലോ? ഈ 1/2 മൊത്തത്തിൽ കോൺസ്റ്റന്റ് ആണ്, നിങ്ങൾ പുറത്തെടുക്കാം. ബാക്കി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ കോസ് 2t ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കോസ് 2t ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e⁻t ഇൻറ്റു കോസ് 2t പ്ലസ് e⁻t ഇൻറ്റു കോസ് 2t എന്ന് വരും. ശരിയാണേ? സംഭവം കിട്ടിയല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, നോക്കിയാടാ, ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് ഇവർക്ക് രണ്ടുപേർക്കും ലാപ്ലേസ് ട്രാൻസ്ഫോം കൊടുക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻t ഇൻറ്റു കോസ് 2t പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻t ഇൻറ്റു കോസ് 2t. നോക്കണേ, ഇനി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് s-a ആണ്. ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു എഫ് ഓഫ് ടി, അവിടെ എഫ് ഓഫ് s+a ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് 2t ആണ് രണ്ട് കേസിലും. ഓക്കെ, എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എസ്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 2t. കോസ് 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം s ഡിവൈഡഡ് ബൈ s² പ്ലസ് 4 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എസ് കിട്ടി. ഈ കേസിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രകാരം ആൻസർ വരുന്നത് എന്താണ്? എഫ് ഓഫ് s-1 ആണ് ആൻസർ വരുന്നത് അല്ലെ? e⁻at ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് s-a വാല്യൂ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് s-1. ഈ കേസിൽ ആൻസർ വരുന്നത് എഫ് ഓഫ് s+1, e⁻at ഇൻറ്റു എഫ് ഓഫ് s+a ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എഫ് ഓഫ് s+1 ആണ്.
ഓക്കെ ആണല്ലോ. അപ്പോൾ ആൻസർ അങ്ങ് എഴുതിക്കോട്ടെ. 1/2 ഇൻറ്റു എഫ് ഓഫ് എസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. S/S² ആണ്. എഫ് ഓഫ് എസ് മൈനസ് 1 എന്ന് പറയുമ്പോൾ S-1/S-1ന്റെ സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. പ്ലസ് എഫ് ഓഫ് S+1 എന്ന് പറയുമ്പോൾ S+1 ഡിവൈഡഡ് ബൈ S+1ന്റെ സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ഓക്കെ, കൂടുതൽ ഡെക്കറേഷൻ വേണ്ട, ഇവിടം വരെ മതി. 1/2 ഇൻറ്റു S-1/S-1² പ്ലസ് 4 പ്ലസ് S+1/S+1² പ്ലസ് 4 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം വെച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാൻ പറ്റും. ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണ് എന്നുണ്ടെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ. ഇതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കണേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെങ്കിൽ അവിടുന്ന് എഫ് ഓഫ് ടി എന്തായിരിക്കും? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആയിരിക്കും. ശരിയാണല്ലോ. ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്പുറം പോയാൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ശരിയല്ലേ? സോ അവിടുന്ന് ഈ സ്റ്റെപ്പിൽ നിന്ന് എല്ലാം അപ്പുറം പോയാൽ എന്തുവരും? e⁻at ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? e⁻at ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ആണ്, അല്ലെ? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. ശരിയാണല്ലോ. ഓക്കെ ആണേ. ഇനി ഇതൊന്ന് തിരിച്ചിടുവാണേ. ഈ കാണുന്ന സാധനം ലെഫ്റ്റിലും ഇത് ഞാൻ റൈറ്റിലുമായിട്ട് എഴുതുകയാണ്. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം നമുക്ക്? e⁻at ഇൻറ്റു എഫ് ഓഫ് ടി ആണെന്ന് പറയാം. ഈ എഫ് ഓഫ് ടി എന്താണെന്ന് നമുക്കറിയാം. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണെന്ന് അറിയാം, അല്ലെ? എസിലുള്ള ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ടിയിലുള്ള ഫംഗ്ഷൻ. ശരിയാണല്ലോ. അതായത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? e⁻at ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. ഇതാണ് ഇൻവേഴ്സിലുള്ള ഫോർമുല. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുന്നത് e⁻at ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആയിരിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഈ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും ഇപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സാധാരണ ഒരു ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്ന ക്വസ്റ്റ്യനാണ് കൂടുതലും ചോദിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞ 3-4 വർഷങ്ങളിലായിട്ട് കൂടുതലും ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കഴിഞ്ഞ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ഇസ് ഈക്വൽ ടു e⁻at ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. ഇത് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് എ ആണെങ്കിലോ? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് എ ആണെങ്കിൽ e⁻at ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് വരും ഫോർമുല. ഓക്കെ, രണ്ടും ഓർത്ത് വയ്ക്കുക കേട്ടോ. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ആണെങ്കിൽ e⁻at ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് എ ആണെങ്കിൽ e⁻at ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു. അതിന്റെ 1-2 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ്, ഇത് മുൻപ് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s+1². ഓക്കെ, അപ്പൊ നമ്മൾ എന്തുമായിട്ടാണ് താരതമ്യപ്പെടുത്തണ്ടേ? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് എ ആയിട്ടാണ് ഇത് താരതമ്യപ്പെടുത്തേണ്ടത്. ശരിയല്ലേ? അതായത് ഒരു എഫ് ഓഫ് എസ് പ്ലസ് 1 ആണ് ആക്ച്വലി എന്ത് 1/s+1² എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും എഫ് ഓഫ് എസ് എന്തായിരുന്നിരിക്കണം? 1/s² ആയിരുന്നിരിക്കണം. ശരിയല്ലേ? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1/s² ആയാലേ എഫ് ഓഫ് എസ് പ്ലസ് 1 എന്താവുള്ളൂ? 1/s+1ന്റെ സ്ക്വയർ ആവാൻ പറ്റുള്ളൂ. ഇവിടെ എസ് മാറി s+1 ആയപ്പോൾ ഇവിടെ എസ് മാറി s+1 ആയി. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എഫ് ഓഫ് എസ് കിട്ടി. എഫ് ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്തെടുക്കണം? നമ്മൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എടുക്കണം. ശരിയല്ലേ? ഫോർമുല പ്രകാരം പ്ലസ് വരുന്ന ഫോർമുലയാണ്. അപ്പോൾ ഈ ഫോർമുലയാണ്
L inverse of f of s plus a is equal to e raised to minus 80 into L inverse of f of s. So L inverse of f of s എന്ന് പറഞ്ഞാൽ എന്ത് വരും? L inverse of f of s 1 by s square ആണ്. 1 by s സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 by s സ്ക്വയർ. അപ്പോൾ അതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ടി വരും. ശരിയാണല്ലോ. അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് കിട്ടി. എന്താണ്? ടി ആണ്. ഓക്കെ അല്ലേ? അപ്പം L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് എ എന്ന് പറയുന്നത് നോക്കണേ, L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് 1 എന്ന് പറയുന്നത്, അതായത് ഈ കേസിൽ L ഇൻവേഴ്സ് ഓഫ് 1 by s plus 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നമുക്ക് ഇതിന്റെ ആൻസർ വരിക ഇസ് ഈക്വൽ ടു പറഞ്ഞേ e റൈസ് ടു മൈനസ് 80. ഇവിടെ a വാല്യൂ 1 ആണ്. അപ്പം e റൈസ് ടു മൈനസ് 1t, അതായത് e റൈസ് ടു മൈനസ് ടി ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആരാണ്? ടി ആണ്. സോ e റൈസ് ടു മൈനസ് ടി ഇൻറ്റു ടി. ഇതാണ് നമുക്ക് ആൻസർ വരും. e റൈസ് ടു മൈനസ് ടി ഇൻറ്റു ടി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈ സാധനം കിട്ടിയാൽ ഇതിന്റെ ലാപ്ലേസ് എടുക്കാൻ നമുക്കറിയാം. e റൈസ് ടു മൈനസ് 80 ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് പ്ലസ് എ. ടി എന്ന് പറയുന്നതാണ് എഫ് ഓഫ് ടി. അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 by s സ്ക്വയർ. എഫ് ഓഫ് എസ് പ്ലസ് എ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എസ് പ്ലസ് 1. എസ് മാറ്റി എസ് പ്ലസ് 1 ആക്കുമ്പോൾ 1 by s പ്ലസ് 1 സ്ക്വയർ. അത്രേ ഉള്ളൂ സംഭവം. ഇത് ഇവിടെ ഇങ്ങോട്ട് നമ്മൾ ചെയ്തു പോയി. ഇതിൽ തുടങ്ങി ഇങ്ങനെ തിരിച്ച് നമ്മൾ ഇവിടെ എത്തിയായിരുന്നു. അതാണ് നമ്മൾ 6 ക്വസ്റ്റ്യൻ മുമ്പേ ചെയ്തത്. ഇത് തിരിച്ച് ചെയ്യുന്നു. അവിടുന്ന് തുടങ്ങി, അതായത് ഉത്തരത്തിൽ നിന്ന് തിരിച്ച് തുടങ്ങി ക്വസ്റ്റ്യനിലേക്ക് വരുന്ന പരിപാടിയാണിത്. അതാണ് ഇൻവേഴ്സ് ലാപ്ലേസ്. പിടികിട്ടുന്നുണ്ടോ മക്കളെ? Find L inverse of 1 by s plus 1 square plus 1. So here s is shifted or s is replaced by, അതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ്. ദ ഷിഫ്റ്റിംഗ് ഓഫ് s ആണ് ഇവിടെ സംഭവിക്കുന്നത്. s is shifted by s plus 1. s മാറി s plus 1 ആയിട്ടുണ്ട്. ശരിയല്ലേ? ആക്ച്വലി ഈ കാണുന്ന സാധനം എന്താ? f of s plus 1 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 1 by s plus 1ന്റെ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ അവിടുന്ന് f of s എഴുതാലോ. 1 by എസ് സ്ക്വയർ പ്ലസ് 1 അല്ലേ? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1 by s സ്ക്വയർ പ്ലസ് 1 ആവുമ്പോഴാണ് എഫ് ഓഫ് എസ് പ്ലസ് 1 1 by s പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 ആവുന്നത്. കിട്ടിയോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എസ് കിട്ടി. ശരിയാണല്ലോ. എഫ് ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് ടി എടുക്കാം. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താ? സൈൻ ടി. സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 by s സ്ക്വയർ പ്ലസ് 1. 1 by s സ്ക്വയർ പ്ലസ് 1ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? സൈൻ ടി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് ടി കിട്ടി. ഇനി പറഞ്ഞേ എൽ ഇൻവേഴ്സ് ഓഫ് എന്താ? എഫ് ഓഫ് എസ് പ്ലസ് എ, അതായത് 1 by s പ്ലസ് 1ന്റെ സ്ക്വയർ പ്ലസ് 1 is equal to, ഇതിന്റെ ആൻസർ എന്തോ വരുന്നത് മക്കളെ? e റൈസ് ടു മൈനസ് 80. e റൈസ് ടു മൈനസ് എ വാല്യൂ 1 ആണ്. അപ്പോൾ e റൈസ് ടു മൈനസ് ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ ടി. അപ്പോൾ e റൈസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി ആണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാനല്ല, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാനുള്ള ചോദ്യങ്ങളും ഫസ്റ്റ് ഷിഫ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അതിലെ ഒരു ചോദ്യം എല്ലാ പ്രാവശ്യവും ഒരു ലെങ്തി ആയിട്ട്, അതായത് എസ്സേ ടൈപ്പ് നമുക്ക് കൂടിയ മാർക്കിന് ചോദിക്കാറുള്ളതാണ്. പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് സിലബസിൽ അടുത്ത് പറയുന്നത് അത് തന്നെയാണ്. ഒരു കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ഇനി കടന്നു പോകാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഒരു കോളം പഠിച്ചിരുന്നു, ലാപ്ലേസ് ട്രാൻസ്ഫോമും അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും. അതൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള പ്രാധാന്യാർഹിതമായിട്ടുള്ള പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് എയിലും പാർട്ട് ബിയിലും ചോദിച്ചിട്ടുള്ള, അതായത് എയിലും ബിയിലും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ചെറിയ ക്വസ്റ്റ്യൻസും ഉണ്ട്, വലിയ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് നോക്കണം. സോ അപ്പോൾ നമുക്കിനി ആ ഒരു ഫോർമുലാസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. സോ അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്ന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുലാസ് ഒക്കെ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുലാസ് മാത്രം നമുക്ക് എഴുതി പോവാം. ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതി പോവാം. ഓക്കെ. ഏതൊക്കെ ഇക്വേഷനാണ് മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്? നമുക്കറിയാം 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 by s ആണ്.
അപ്പം 1/s ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. L ഇൻവേഴ്സ് ഓഫ് 1/s എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ശരിയാണല്ലോ. സോ L ഇൻവേഴ്സ് ഓഫ് ഒരു സംതിങ്, ഒരു കോൺസ്റ്റന്റ് k/s എന്ന് വരികയാണെങ്കിൽ കോൺസ്റ്റന്റ് ഇങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് L ഇൻവേഴ്സ് ഓഫ് 1/s എന്ന് എടുക്കാം. സോ k ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s 1 ആണ്. അപ്പോൾ k ഇൻറ്റു 1 ആൻസർ k ആയിരിക്കും. ഓക്കെ, അതായത് ഒരു കോൺസ്റ്റന്റ് ബൈ എസിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും ആൻസർ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ L ഇൻവേഴ്സ് ഓഫ് 3/s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 3 ആയിരിക്കും. ഓക്കെ, L ഇൻവേഴ്സ് ഓഫ് 5/s എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 5 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു 7/s എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ ആണല്ലോ മക്കളെ. അടുത്ത L ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് എ. 1/s മൈനസ് എ e റൈസ് ടു 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1/s മൈനസ് എ. 1/s മൈനസ് എയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം e റൈസ് ടു 80 അല്ലെ? e റൈസ് ടു 80. അടുത്ത L ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് എ. e റൈസ് ടു -80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1/s പ്ലസ് എ. അപ്പോൾ 1/s പ്ലസ് എയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം e റൈസ് ടു -80. ഓക്കെ ആണല്ലോ. അടുത്ത L ഇൻവേഴ്സ് ഓഫ് a ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. എന്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്? a/s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. a/s സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന് പറയുന്നത് sin 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, അപ്പോൾ ഇത് ആൻസർ എന്ത് വരും? sin 80. ഈ a കോൺസ്റ്റന്റ് ആണ്, അത് അപ്പുറം കൊണ്ട് ഹരിക്കാം. അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് a സ്ക്വയർ sin 80/a എന്ന് വരും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. സ്ഥിരം യൂസ് വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത L ഇൻവേഴ്സ് ഓഫ് s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. L ഇൻവേഴ്സ് ഓഫ് s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? cos 80 അല്ലെ? cos 80. cos 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് s/s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അപ്പോൾ s/s സ്ക്വയർ പ്ലസ് a സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? cos 80 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത L ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ s സ്ക്വയർ മൈനസ് a സ്ക്വയർ is equal to sin h80 ഡിവൈഡഡ് ബൈ a ആയിരിക്കും അല്ലെ? sin h80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് a/s സ്ക്വയർ മൈനസ് a സ്ക്വയർ. ആ a ഇപ്പുറം കൊണ്ട് ഹരിച്ചാൽ sin h80/a ബൈ a ആണ് 1/s സ്ക്വയർ മൈനസ് a സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇനി L ഇൻവേഴ്സ് ഓഫ് s/s സ്ക്വയർ മൈനസ് a സ്ക്വയർ. s/s സ്ക്വയർ മൈനസ് a സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? cos h80 ആയിരിക്കും. ശരിയല്ലേ? cos h80 ആയിരിക്കും. cos h80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് s/s സ്ക്വയർ മൈനസ് a സ്ക്വയർ. അപ്പോൾ s ഡിവൈഡഡ് ബൈ s സ്ക്വയർ മൈനസ് a സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്ത്? cos h80. ഓക്കെ ആണല്ലോ മക്കളെ. ക്ലിയർ? ഇനി അടുത്ത L ഇൻവേഴ്സ് ഓഫ് t റൈസ് ടു L ഇൻവേഴ്സ് ഓഫ് n ഫാക്ടോറിയൽ ബൈ s റൈസ് ടു n പ്ലസ് 1. എന്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്? n ഫാക്ടോറിയൽ ബൈ s റൈസ് ടു n പ്ലസ് 1. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t റൈസ് ടു n ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t റൈസ് ടു n എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s റൈസ് ടു n പ്ലസ് 1 ആണ്. ശരിയല്ലേ? അപ്പം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s റൈസ് ടു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ t റൈസ് ടു n ആണ്. ഓക്കെ, ഈ n ഫാക്ടോറിയൽ കോൺസ്റ്റന്റ് ആണ്, അതിപ്പുറം കൊണ്ട് ഹരിക്കാം. L ഇൻവേഴ്സ് ഓഫ് 1/s റൈസ് ടു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ t റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ n-ന് പകരം ഞാൻ n-1 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും? L ഇൻവേഴ്സ് ഓഫ് 1/s റൈസ് ടു n-1 പ്ലസ് 1 എന്ന് വരും. ശരിയല്ലേ? ഈക്വൽ ടു t റൈസ് ടു n-1 ബൈ n-1 ഫാക്ടോറിയൽ എന്ന് വരും. ഇവിടെ -1 പ്ലസ് 1 കട്ട് ചെയ്യാം. സോ L ഇൻവേഴ്സ് ഓഫ് 1/s റൈസ് ടു n is equal to
ടി റൈസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണ്? ടി റൈസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പോകാം. 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. ബാക്കി വരുന്ന ലെങ്തിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ലെങ്തിയർ ക്വസ്റ്റ്യൻസും പഠിക്കണം, ഷോർട്ട് ക്വസ്റ്റ്യൻസും പഠിക്കണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രണ്ട് ഭാഗത്തും ചെറിയ മാർക്ക് വരുന്ന സെക്ഷനിലും കൂടിയ മാർക്ക് വരുന്ന സെക്ഷനിലും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. നോക്ക്, എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് പ്ലസ് 4 പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 9 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ലീനിയാരിറ്റി അനുസരിച്ച് ഇത് എല്ലാവർക്കും നമുക്ക് ഇൻവേഴ്സ് കൊടുക്കാം. നോക്കണേ, ഓരോന്നിന്റെ ഇൻവേഴ്സ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് പറയണേ. 1 ബൈ എസ് സ്ക്വയർ നമുക്ക് അറിയുന്നത് അങ്ങനെ പെട്ടെന്ന് എഴുതി കാണും. എന്താണ്? ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 ബൈ എസ് സ്ക്വയർ. 1 ബൈ എസ് സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ടി ആയിരിക്കും. 1 ബൈ എസ് പ്ലസ് എയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തോ? ഇ റൈസ് ടു മൈനസ് 80. അപ്പൊ ഇ റൈസ് ടു മൈനസ് 40. ഇനി 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ഈ 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ അല്ലെ. 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. സോ എന്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്? സൈൻ 80 ബൈ എയുടെ. അപ്പം 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? സൈൻ 80 ബൈ എ അല്ലെ. സൈൻ 2t ബൈ 2 വരും. ശരിയാണല്ലോ. ഫോർമുല പഠിച്ച കുറച്ച് മുമ്പ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താ സാധനം? സൈൻ 80 ഡിവൈഡഡ് ബൈ എ. കുറച്ച് മുമ്പേ പഠിച്ച ഫോർമുല മക്കളെ. സൈൻ 2t ബൈ 2 വരും. ഇനി നോക്കിയടാ, എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 9. അപ്പൊ മൈനസ് വരുമ്പോൾ ശ്രദ്ധിച്ചോണം, ഹൈപ്പർബോളിക് ആണ്. എസ് മോളാണ് കോസ്. കോസ് എച്ച് 80. ഇവിടെ എ വാല്യൂ ഇവിടെ 3 ആണ് അല്ലെ. 9 എന്ന് പറയുന്നത് എന്താണ്? 3 സ്ക്വയർ ആണ്. അപ്പൊ എ വാല്യൂ ഇവിടെ 3 ആണ്. അപ്പൊ കോസ് എച്ച് 3t വരും ആൻസർ. സോ ദിസ് ഈസ് ദ ആൻസർ. ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് 4t പ്ലസ് സൈൻ 2t ബൈ 2 പ്ലസ് കോസ് എച്ച് 3t എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള അടുത്തൊരു ചോദ്യം നോക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് 4 ബൈ എസ് റൈസ് ടു 6 മൈനസ് 2 ബൈ എസ് റൈസ് ടു 10 പ്ലസ് 2 ബൈ എസ് സ്ക്വയർ മൈനസ് 9 പ്ലസ് 3s ബൈ എസ് സ്ക്വയർ പ്ലസ് 25. നോക്കിക്കേ, സോ ദിസ് ഈസ് ഈക്വൽ ടു 4 ഇങ്ങോട്ട് പുറത്തെടുത്താൽ 4 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് റൈസ് ടു 6 മൈനസ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് റൈസ് ടു 10. ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ച് കോൺസ്റ്റന്റ് ഒക്കെ പുറത്ത് നിർത്താം. പ്ലസ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ മൈനസ് 9 പ്ലസ് 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 25. ഓക്കെ, ഇനി ഓരോന്നിൻ്റെയും ശ്രദ്ധിച്ച് പറഞ്ഞേ. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ബൈ എസ് റൈസ് ടു n ഇസ് ഈക്വൽ ടു എന്താ സംഭവം? ടി റൈസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ. ഈ ഇക്വേഷൻ നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ച ഇക്വേഷൻ ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഈ ക്വസ്റ്റിന് 1-2 സ്ഥലത്ത് വരുന്നത്. നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ബൈ എസ് റൈസ് ടു n എന്താണ്? ടി റൈസ് ടു n മൈനസ് 1 ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ. നോക്കിക്കേ, സോ 4 ഇൻറ്റു ഇപ്പം എന്ത് വരും? ടി റൈസ് ടു 6 മൈനസ് 1 ബൈ 6 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ ആണേ, പ്രശ്നമില്ലല്ലോ. മൈനസ് 2 ഇൻറ്റു ഇതെന്ത് വരും? ടി റൈസ് ടു 10 മൈനസ് 1 ബൈ 10 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് വരും. ശരിയല്ലേ? എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു n മൈനസ് 1 ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. പ്ലസ് 2 ഇൻറ്റു ഇതെന്തുവാ? 1 ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ HAT ബൈ എ ആണ് അല്ലേ. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ HAT ഡിവൈഡഡ് ബൈ എ ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ H3t ബൈ 3. ഇവിടെ എ വാല്യൂ 3 ആണ്, കാരണം എ സ്ക്വയർ ആണ് 9 അല്ലേ.
എ സ്ക്വയർ ആണ് 9, അപ്പോൾ എ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. പ്ലസ് 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡയറക്റ്റ് ആണ്. എന്താണ്? കോസ് 5t അല്ലേ? കോസ് 80യുടേതാണ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അപ്പോൾ കോസ് 5t വരും. എ സ്ക്വയർ 25 ആണ്, അപ്പോൾ എ വാല്യൂ അവിടെ 5 ആയിരിക്കും. ശരിയാണേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ടി റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് 2 ഇൻറ്റു ടി റൈസ് ടു 9 ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ പ്ലസ് 2/3 ഇൻറ്റു സൈൻ h3t പ്ലസ് 3 കോസ് 5t. ഇത്ര എഴുതിയിട്ടിരുന്നാൽ മതി. ഇനി കൂടുതൽ വാല്യൂസ് ഒന്നും കൊടുക്കാൻ പോകണ്ട. വേണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് 5 ഫാക്ടോറിയൽ 120, 9 ഫാക്ടോറിയൽ വലിയ വാല്യൂ ആണ്, കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ വരെ എഴുതിയിട്ടാൽ മതി. ഇത് തന്നെയായിരിക്കും ആൻസർ കീയിലെ ഉത്തരം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംഭവം സെറ്റാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ അതാത് സമയത്ത് മൈൻഡിൽ വരണം. അപ്പം അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം, എൽ ഇൻവേഴ്സ് ഓഫ് 1/2s പ്ലസ് 3 എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കേ. സോ ദിസ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു 2 ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി s പ്ലസ് 3/2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ 1/2 ഇങ്ങോട്ട് പുറത്ത് നിർത്തിയാൽ ബാക്കി എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 3/2 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഏത് ഫോർമാറ്റ് ആണ്? നമുക്ക് അറിയുന്ന ഒരു ഫോർമാറ്റ് ആണ്. എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് എ. എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് എ എന്ന് പറയുന്നത് e റൈസ് ടു മൈനസ് 80 ആണ്. എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് എ, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s പ്ലസ് എ is e റൈസ് ടു മൈനസ് 80. So this is equal to 1/2 into L inverse of 1/s plus 3/2 e raised to minus 3/2 t അല്ലേ? e raised to minus 3/2 t എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നോക്കാം. അണ്ടിൽ ദെൻ ബൈ ബൈ.